ഹലോ സുഹൃത്തുക്കളെ, ചെറിയൊരു യാത്രയിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള പോത്തോഴിക്കാവ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തന്നെ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് മുകളിലാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന റൂട്ടിൽ കാണാം. അപ്പോൾ നമ്മൾ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയുള്ള യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് നേരെ പാലക്കാട് ജില്ലയിൽ തന്നെ കൊപ്പം വഴി ചെർപ്പുളശ്ശേരി റൂട്ടിന് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് മണ്ണാർക്കാട്ടേക്കുള്ള വഴി പിടിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. ഏതായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ നിറയെ ആളുകളാവും. ചെറിയ മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അത്യാവശ്യം ആൾക്കാർ വരുന്നൊരു ദിവസം കൂടെയാണെന്ന്. കച്ചവടക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ വള്ളുവനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാവും. പോകുന്ന വഴിയിൽ റോഡിന് ഇരുവശങ്ങളിലായിട്ട് പാടശേഖരങ്ങളൊക്കെ ധാരാളം ഈ റൂട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു റൂട്ടും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ചിങ്ങമാസം ആയി, അത്തം തുടങ്ങി. ആ സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പാടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ട്രാക്ടർ വെച്ച് ഒക്കെ ഉഴുത് മറിച്ച് വിത്തൊക്കെ വിതച്ച് നിൽക്കുന്നൊരു സമയം കൂടെയാണ് പല പാടശേഖരങ്ങളിലും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പാടങ്ങളിലെ കാഴ്ച എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാവും. ഇനി ആ ഞാറൊക്കെ നടുന്നൊരു സമയം വരുമ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടും പാടങ്ങൾക്കൊക്കെ. പിന്നെ അത് വളർന്നിങ്ങനെ വലുതായി വരുമ്പോൾ പറയണ്ടല്ലോ, പാടങ്ങളുടെ ആ ഒരു പ്രധാന ഭംഗി വരുന്നത് അപ്പോഴാണ്. വെള്ളിയാങ്കല്ല് കഴിഞ്ഞപ്പോൾ കൊടിക്കുന്ന് സെൻറ്ററിലേക്ക് എത്താറായിട്ടുണ്ട്. കൊടിക്കുന്ന് സെൻറ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം കിട്ടും. ഇപ്പോൾ നേരെ പോകുന്നതാണ് തൃത്താലക്കൊപ്പം. അവിടേക്കാണ് നമുക്ക് ഈ ഒരു വഴി ചെന്ന് ചേരുന്നത്. അതിനിടയിൽ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലേക്കൊക്കെ വേറെ വഴികളൊക്കെ വരുന്നുണ്ട്. ഇനി പോണ വഴി പാലത്തറ ഗേറ്റ് കിട്ടും. അതുപോലെ തന്നെ പള്ളിപ്പുറം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ചെറിയ നല്ല കാണാൻ ഭംഗിയുള്ള പാലക്കാടൻ ഗ്രാമങ്ങളിലെ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലവും. നമ്മളവിടെ പോയിട്ട് റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴമ നിറഞ്ഞ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വരും വീഡിയോകളിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇന്നത്തെ യാത്ര നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മണ്ണാർക്കാട് ആണ്, പോത്തോഴിക്കാവ്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ മുൻപ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അന്നേരം വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പാലത്തറ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഈ വഴി വന്നിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഗേറ്റ് അടവില്ലാണ്ട് കിട്ടുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേതായാലും നന്നായി. പലപ്പോഴും പല അർജൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഗേറ്റ് അടഞ്ഞാണ് കിടക്കാറുള്ളത്. അത് ചില സമയങ്ങളിൽ 2 ട്രെയിനൊക്കെ പോകാൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയം കൂടെ അവിടെ പോകും. പിന്നെ നമ്മൾ ആ ഒരു സമയം പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പീഡിലൊക്കെ പോകാൻ നിൽക്കണം. എന്തായാലും ഇന്ന് രക്ഷപ്പെട്ടു. വലിയ പ്രശ്നം ഉണ്ടായില്ല, അടവ് കിട്ടിയില്ല. പോകുന്ന വഴിയിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം, ഇവിടെ ഒരു ആൽമരം, ഒരു ആൽത്തറൊക്കെ കാണാം. അതാണ് ഈ ഭാഗത്തുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പുറത്ത് പാടൊക്കെ ആയിട്ടാണ്. മുതുതല അതാണ് സ്ഥലത്തിൻ്റെ പേര്.
പിന്നെ ഇവിടെ കുറച്ചപ്പുറത്ത് ഒരു കുളമൊക്കെ ഉണ്ട്, റോഡിൻ്റെ സൈഡിലായിട്ട് കുളം. പിന്നെ ഈ വഴിയൊക്കെ വലിയ മോശമില്ലാത്ത വഴിയാണ്, നല്ല റോഡാണ്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ വക പൊളിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ റീടാർ ചെയ്തതിൻ്റെ ഒരു പോരായ്മ അത് വേറെ കിടക്കുന്നുണ്ട്. ആ റീടാർ ചെയ്തത് അത് വേറെ തന്നെ കിടക്കുന്നുണ്ട്. പഴയ റോഡ് നല്ല വൃത്തിയിൽ വേറെയും കിടക്കുന്നുണ്ട്. നല്ല റോഡൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ. ആ കിട്ടുന്ന സമയത്ത് ഇവന്മാർ വന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും കീറും. വാട്ടർ അതോറിറ്റിയും വേണം, റോഡും വേണം. പക്ഷേ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ആ വർക്ക് വൃത്തിയില്ലാതെ വരുമ്പോൾ അത് വീണ്ടും നമ്മളെ പോലെയുള്ള യാത്രക്കാരുടെ യാത്രാസുഖം തന്നെയാണ് നശിപ്പിക്കുന്നത്. ആ ഒരു റോഡിൻ്റെ ഒരു സുഖം പോകും. നമ്മളിപ്പോൾ തൃത്താല കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നേരെ പോകുന്നത് കൊപ്പം പെരിന്തൽമണ്ണ റൂട്ടാണ്. ഇവിടുന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പട്ടാമ്പി, ഷൊർണൂർ, അങ്ങനെ അങ്ങോട്ടേക്ക് പോകാം. പാലക്കാടേക്കൊക്കെ അതിൽ പോകാം. ഇനി അടുത്ത ടൗൺ വരുന്നത് കൊപ്പമാണ്. ഇത് തൃത്താല കൊപ്പം. നമ്മളിപ്പോൾ കൊപ്പം ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സിഗ്നലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ റെഡാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലേക്ക് പോവാം. അതുപോലെ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരി, കുറ്റിപ്പുറം, കോഴിക്കോട് അങ്ങനെ പോവാം. 50 സെക്കൻഡ് ഉണ്ട്. അത് കയറിപ്പോകുന്നു റൈറ്റ് സൈഡിൽ കൂടെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡ് എടുത്താണ് പോകേണ്ടത്. റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് മുളയങ്കാവ്, ചെർപ്പളശ്ശേരി ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊപ്പം കഴിഞ്ഞ് മുളയങ്കാവ് എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂരമുണ്ട്. പൂരം കാളവേലയാണ്, ആനയൊന്നും ഉണ്ടാവില്ല. അത് ഗംഭീര കാളകളൊക്കെ വരുന്നൊരു പൂരം കൂടെയാണ്. വലിയ വലിയ കാളകളൊക്കെ ആണ് വരവിന് കൊണ്ടുവരാറുള്ളത്. ഇന്നത്തെ ദിവസങ്ങൾ ഈ റോഡൊക്കെ ബ്ലോക്കാവും. ഒക്കെ റോഡ് വഴിയാണ് കാളകളൊക്കെ വലിച്ചു കൊണ്ടുവരിക. അങ്ങനെ വലിയൊരു പൂരം നടക്കുന്നൊരു സ്ഥലം കൂടെയാണ് മുളയങ്കാവ്. വള്ളുവനാടൻ പൂരങ്ങളുടെ ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഒരു പൂരം കൂടെയാണിത്. കാളവേലയ്ക്കാണ് പ്രാധാന്യം. 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. മുളയങ്കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു റെയിൽവേ ഗേറ്റ് കിട്ടും. ഇത് നിലമ്പൂർ, ഷൊർണൂർ റൂട്ടാണ്. ഇത് സിംഗിൾ ലൈനാണ്. ഇവിടെ പിന്നെ എപ്പോഴും അടവ് ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെ ഗേറ്റിൽ കുടുങ്ങിയ ചരിത്രം ഇല്ല. കുറച്ച് ട്രെയിൻ മാത്രമേ ഈ റൂട്ടിനുള്ളൂ. നിലമ്പൂർ, ഷൊർണൂർ, അങ്ങനെ ഗുരുവായൂർ, അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ട്രെയിൻ എണ്ണം കൂട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, വല്ലാതെ ഒന്നും നമ്മൾ ഇവിടെ കുടുങ്ങാറില്ല. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയുടെ റോഡ് സൈഡിലൊക്കെ പാടങ്ങളാണ്. നിരവധി നമ്മൾ വരുന്ന വഴിയിലൊക്കെ
പാടങ്ങൾ തന്നെയാണ് ഉള്ളത്. മുഴുവനായിട്ടൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വെറും പാടം വ്ളോഗ് മാത്രമാവും. ഇവിടെ നിന്നൊക്കെ മുളയങ്കാവ് കാളവേലയ്ക്ക് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് കാളകളെ കൊണ്ടുപോകാറുള്ളത്. ഇത്രയും ദൂരമൊക്കെ ഒരു 5-6 കിലോമീറ്റർ വരുന്ന ഈ റോഡൊക്കെ ഫുള്ള് ബ്ലോക്കാക്കിയിട്ടിട്ടാണ് കാളകളെ കൊണ്ടുപോകാറുള്ളത്. ഒന്നാമത് വീതി കുറഞ്ഞൊരു സ്ഥലമാണ്, അപ്പോൾ വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. ഈ കാളകൾ എന്ന് പറയുന്ന കാള ഭയങ്കര വീതിയുള്ളൊരു വണ്ടിയിലൊക്കെ വെച്ചാണ് അവർ കൊണ്ടുവരാറുള്ളത്. നല്ല കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. ഈ ഭാഗങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആനകൾക്ക് പ്രാധാന്യം കുറവാണ് കണ്ടിട്ടുള്ളത്, കൂടുതലും കാളകൾക്കാണ്. അതും ഓരോ ടീമും വലിയ വലിയ കാളകളെ കൊണ്ടുവന്ന്, നമ്മൾ പൂരത്തിന് ആനകളെ കൊണ്ടുവരുന്ന പോലെ പുതുപ്പള്ളി കേശവനാണെങ്കിൽ അപ്പുറത്ത് പാമ്പാടി രാജനുണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് എച്ചിക്കോട് ഉണ്ടാവും. അങ്ങനെ ഈ കാളകളിലും വലുതും ചെറുതുമൊക്കെ ആയിട്ട് അതുമുണ്ട്. പേരെടുക്കാനും വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ ഒരു ചെറിയ ഡേഞ്ചർ വളവുകളുണ്ട്. ഒരു എസ് വളവാണ്. ഇറങ്ങി വരുമ്പോൾ നേരെ പാടത്തേക്കാണ് നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുള്ളത്. ഒരു ലോഡ് ടയറുമായിട്ട് ഇതാ പിക്കപ്പ് പോകുന്നു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പേങ്ങാട്രി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് ചെർപ്പുളശ്ശേരി പട്ടാമ്പി റോഡിലേക്കാണ് ഈ വഴി വന്ന് ചേരുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പട്ടാമ്പിയിലേക്ക് പോവാം. ഈ റൂട്ട് നേരെ ചെർപ്പുളശ്ശേരി. നമ്മൾ അതിലും വരാറുണ്ട്. ഇപ്പോൾ ആ റോഡ് കുറച്ച് മോശമായിട്ടുണ്ട്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡ് കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് കൂടുതലും വരാറുള്ളത്. തൃത്താലക്കൊപ്പം വെള്ളിയാങ്കല്ല് വഴി. വെള്ളിയാങ്കല്ല് പാലം വന്നതോടുകൂടി തൃത്താല, അതുപോലെ പടിഞ്ഞാറങ്ങാടി, എടപ്പാൾ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഈ പാലം വഴി വരാൻ പറ്റുന്നതാണ്. കുറേ കിലോമീറ്റർ ലാഭം കിട്ടും. ഇവിടുന്ന് കൈലിയാട് പോകുന്ന വഴി ഇവിടുന്ന് തിരിയാൻ കാണിക്കുന്നുണ്ട്. ഇത് ചെർപ്പുളശ്ശേരി ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് ഒരു റൈറ്റിലേക്ക് ഒരു ചെറിയൊരു വഴി വരുന്നുണ്ട്. ആ വഴിയെ ഇറങ്ങി വരുമ്പോഴാണ് ഒരു പാടത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചായക്കടയൊക്കെ കണ്ടു. ഞാൻ മെയിൻ റോഡിൽ നിന്ന് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു സ്പോട്ട് നമുക്ക് ചെറുതായിട്ട് അവിടുന്ന് സ്പോട്ട് ചെയ്തു. അങ്ങനെ ചെർപ്പുളശ്ശേരി ടൗൺ എത്തുന്നതിന് മുൻപായിട്ടാണ് ഇവിടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം ചെർപ്പുളശ്ശേരി എത്തിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി ടൗണിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡൊക്കെ വികസനം വന്ന് നല്ല വൃത്തിയുള്ള ഫിനിഷിംഗ് ഉള്ള റോഡൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഒരുപാട് കാലം ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വളരെ മോശം റോഡായിരുന്നു. കുറേ നാൾ റോഡൊക്കെ പൊളിച്ചിട്ട് നന്നാക്കാനൊക്കെ കുറേ സമയമെടുത്തു. എന്നാലും ഇപ്പോൾ റോഡൊക്കെ ഉഷാറായി, നല്ല ഫിനിഷിംഗ് ഉള്ള റോഡായിട്ടുണ്ട് ചെർപ്പുളശ്ശേരി റോഡ്. ടൗണൊക്കെ 4 വരി പാതയാണ്. ഇനി ഈ റോഡ് നേരെ ചെന്ന് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലേക്കാണ് ചെന്ന് കയറുന്നത്. അവിടുന്ന് ശ്രീകൃഷ്ണപുരം വഴിയാണ് നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട്. ശ്രീകൃഷ്ണപുരം വഴി. ചെർപ്പുളശ്ശേരി ടൗണ് വിശാലമായിട്ട് നീണ്ടു കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടുന്ന് വലതുവശത്തേക്കുള്ള റോഡിന് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തേക്കുള്ള റൂട്ടാണ്. അത്യാവശ്യം വലിയൊരു ടൗണ് തന്നെയാണ് ചെർപ്പുളശ്ശേരി.
ഇപ്പോൾ വികസനമൊക്കെ വന്നപ്പോൾ ടൗണൊക്കെ ഒന്ന് നന്നായിട്ടുണ്ട്. കാണാനും കുറച്ച് വൃത്തിയൊക്കെ വന്നിട്ടുണ്ട് കാഴ്ചയിൽ. രാജപ്രഭ പട്ടാമ്പിയിലേക്കുള്ള ബസ്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം. ഇവിടെ ചെറു പൂരങ്ങളൊക്കെ നമ്മൾ വലിയ പൂരങ്ങൾക്കൊക്കെ പോകുന്ന വഴി വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ പൂരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലൊക്കെ. ഇപ്പോൾ ഞാൻ ഈ വായിച്ച ക്ഷേത്രത്തിലൊക്കെ ചെറിയ പൂരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലേക്കാണ്. കോഴിക്കോട് പെരിന്തൽമണ്ണ അങ്ങനെ പോവാം. ഇപ്പോൾ നമ്മളീ പോകുന്നത് പാലക്കാട് മുണ്ടൂർ വഴി പാലക്കാട് കോങ്ങാട് അതൊക്കെ ഈ റൂട്ടിൽ വരുന്നതാണ്. അതിനിടയിലാണ് നമുക്ക് ശ്രീകൃഷ്ണപുരത്തേക്ക് തിരിയാനുള്ള വഴി വരുന്നത്. ഈ റൂട്ട് മനോഹരമായിട്ടുള്ള റൂട്ടാണ്. എത്ര വന്നാലും മതിയാവാത്ത ഒരു റൂട്ടാണ്. നല്ല വീതിയുള്ള റോഡും വിശാലമായി പരന്നു കിടക്കുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കായാലും നമുക്ക് ആ ഒരു ബ്ലോക്കൊന്നും ഫീൽ ചെയ്യില്ല. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡാക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ച് കാലം കഷ്ടപ്പെട്ടാലും റോഡ് പണിയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ആളുകളും ഇതിലൂടെ യാത്ര ചെയ്യുന്നവരും. എന്തായാലും ഫൈനൽ റിസൾട്ട് ഇപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള റോഡാണ്. 4 വരി പാതയാണ് ഇവിടെ. നമ്മൾ NH66 6 വരിയാണല്ലോ, സർവീസ് റോഡടക്കം 8 വരി. ഇവിടെ 4 വരി ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ റോഡ് വീതി കൂട്ടാൻ പറ്റാത്ത ഭാഗങ്ങളിൽ ഡബിൾ ലൈന് മാത്രം ഉള്ളൂ. എന്നാൽ കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെ പരമാവധി ഒരു 4 ലൈൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു റോഡാണ്. നമ്മളിപ്പോൾ തിരുവാഴിയോട് എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട്. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് റൂട്ടാണ്. അപ്പോൾ ആ ഒരു മികച്ച റോഡും ഫിനിഷിങ്ങുള്ള റോഡൊക്കെ താൽക്കാലികമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് കുറച്ച് നല്ലതും കുറച്ച് മോശമൊക്കെ ആയിട്ടുള്ള റോഡാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുക. തമിഴ്നാട് ടാക്സി. ഇവിടെ ഈ ശ്രീകൃഷ്ണപുരത്ത് ഒരു ആന ഉണ്ടായിരുന്നു. ആനയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വൃദ്ധ ദമ്പതികൾ ഒരു ആനനെ വാങ്ങിച്ചിട്ട് ആനനെ എഴുന്നള്ളിപ്പിനൊക്കെ കൊണ്ടുപോകാറുള്ളതാണ്. ശ്രീകൃഷ്ണപുരത്താണ് അത് ഉള്ളത്, മംഗലാംകുന്ന് വഴി. ഈ ശ്രീകൃഷ്ണപുരത്ത് മറ്റ് ആനകൾ വേറെയുണ്ട്. മംഗലാംകുന്ന് തൊട്ട് അടുത്ത പ്രദേശം തന്നെയാണ്. മംഗലാംകുന്ന് അയ്യപ്പൻ, കർണൻ, ശ്രീ അയ്യപ്പൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആനകളൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട വലിയ ആനകളൊക്കെ ആയിരുന്നു അയ്യപ്പനും കർണനൊക്കെ. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വേറെ ആനകളുണ്ട്. യാത്രക്കിടയിൽ ഒരു വലിയ ഗ്രൗണ്ട് കണ്ടു. നല്ല പച്ച പുല്ലൊക്കെ പുതച്ച് നിൽക്കുന്ന ഒരു ഗ്രൗണ്ട്. അവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ അവിടെ കളിക്കുന്നതും അതുപോലെ കളി കാണാനൊക്കെ വേണ്ടി വന്ന് നിൽക്കുന്നതൊക്കെ കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. വഴിയരികിലെ റോഡ് സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്രൗണ്ട് പിന്നിട്ട് ഇനി കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈവേയിലേക്കാണ്
എത്തിച്ചേരുക. ആ ഹൈവേയിൽ നിന്നും റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് ഈ പോത്തോഴിക്കാവ് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക. ഇതാണ് ആര്യമ്പാവ്. ആര്യമ്പാവ് നിന്ന് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് റൂട്ടാണ്. പെരിന്തൽമണ്ണ അങ്ങനെ കോഴിക്കോട്ടേക്കൊക്കെ പോവാം. ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മണ്ണാർക്കാട്, കല്ലടിക്കോട് അങ്ങനെ പാലക്കാട്ടേക്കുള്ള വഴിയാണ്. അപ്പോൾ നമുക്കിതിന് ഇടയിലാണ് നമുക്കിവിടെ ഇറങ്ങാനുള്ള സ്ഥലം വരുന്നത്. ഈ പോകുന്ന റൂട്ടിൽ നിന്നും റൈറ്റ് എടുത്തിട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ഞങ്ങൾ മുൻപ് വന്ന സമയത്ത് ഈ റൂട്ടല്ലായിരുന്നു. കുറച്ച് മുമ്പേ തന്നെ നമ്മൾ വേറൊരു ചെറിയ ഇടവഴി എടുത്തിട്ടാണ് നമ്മൾ അന്ന് അതിൽ പോയത്. പക്ഷെ അന്ന് പോയത് നമ്മളൊരു ഉത്സവത്തിനായിരുന്നു. അപ്പോൾ മെയിൻ റോഡൊക്കെ തിരക്ക് വരുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോയത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മറ്റൊരു വഴിയാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു കാഴ്ചയിലേക്കൊരു വ്യത്യാസം വന്നു. നമുക്കൊന്നുകൂടെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. റോഡിന് ഇരുവശങ്ങളിലുള്ള മരങ്ങളും ദൂരെ നീലാകാശത്തിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ മഴക്കാറ് മൂടി നിൽക്കുന്ന ആ ഒരു ഇരുണ്ട ആകാശവും ഒക്കെ ആ ഒരു സൈഡിൽ കാണാൻ പറ്റും. ആ തെങ്ങുകളും ഒക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്നും ഒരു ചെറിയ പോക്കറ്റ് റോഡ് എടുത്ത് നമ്മൾ പോത്തോഴിക്കാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ റോഡാണ്. പോത്തോഴിക്കാവിലേക്ക് പുഴയിലേക്ക് അലക്കാനൊക്കെ പോകുന്ന സ്ത്രീകളെയൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വണ്ടി നിർത്തേണ്ടത്. ഇവിടെ നിർത്തിയിട്ടാണ് ഇനി അങ്ങോട്ട് നടന്നു പോകാനാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, പോത്തോഴിക്കാവ്. പോത്തോഴിക്കാവിൻ്റെ ചെക്ക് ഡാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വെള്ളമുള്ള സമയമാണിപ്പോൾ. ഇത് കുന്തിപ്പുഴയാണ്. ഇതിന് അക്കരെയാണ് ക്ഷേത്രമുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇത്ര വെള്ളമില്ല, വെള്ളം കുറവായിരുന്നു. ഇപ്പോൾ ആ യുവാക്കളൊക്കെ നിൽക്കുന്ന അതിന് മുകളിലൂടെയാണ് അപ്പുറത്തേക്ക് പോയിരുന്നത്, ഉത്സവം കാണാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ അത്ര വെള്ളം കുറവായിരുന്നു. എന്നാലും മേളിൽ കൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് വരുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും കാഴ്ചയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരന്നൊഴുകുന്ന രീതിയിൽ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്ന് ഞങ്ങൾ ഉത്സവത്തിന് മെയ് മാസത്തിലാണ് പോയത്. ഇപ്രാവശ്യം മഴ തുടങ്ങാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ആ മെയ് മാസത്തിന് ഉത്സവത്തിന് പോയ സമയത്ത് എടുത്തു വെച്ച ഒരു വീഡിയോ ക്ലിപ്പാണ്. നമ്മൾ ഏറെ ആഗ്രഹിച്ചിട്ടൊരു പൂരത്തിന് പോയത് ഇതിനാണ്. ഇവിടുത്തെ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഉത്സവത്തിന് പോകണം എന്ന് പ്ലാൻ ചെയ്ത് 4 വർഷമായി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് ഇപ്രാവശ്യം അത് സാധ്യമായത്. ഒരു പൂരം കാണുന്നതിന് പുറമെ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത്. നല്ല കാഴ്ചാനുഭവം തരുന്നൊരു സ്ഥലം കൂടെയാണ് പോത്തോഴിക്കാവ്. ഈ കുന്തിപ്പുഴ മുറിച്ച് കടന്നാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് എത്തുന്നത്. അത് ഇവിടുന്ന് വരുന്ന പൂരങ്ങളായിക്കോട്ടെ എല്ലാം ഈ വെള്ളത്തിലൂടെ വേണം അപ്പുറത്തേക്ക് പോകാൻ. നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാം, ആളുകളൊക്കെ ആ ഒരു കെട്ടിന് മുകളിലൂടെ ആളുകളൊക്കെ നടന്നു പോകുന്നത് കാണാം. അതുപോലെ താഴെ കൂടെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമേ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ഡേഞ്ചർ ഇല്ല, നല്ല ഒഴുക്കൊന്നുമില്ല, നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ ഒരു ലെവലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്കും പറഞ്ഞ പോലെ ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ ചെറിയ കുട്ടികളും ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ് ഈ പോത്തോഴിക്കാവ് ചെക്ക് ഡാം. ഇവിടുത്തെ പൂരം അതുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആണ്. പല ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ റീലുകളും വീഡിയോസൊക്കെ കണ്ട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്നത്.
ഇവിടുത്തെ ഉത്സവത്തിന് പുറമെ ഇതുപോലെയുള്ള വള്ളുവനാടിൻ്റെ മനോഹരമായ കാഴ്ചാനുഭവങ്ങളൊക്കെ തരുന്നൊരു സ്ഥലം കൂടെയാണ് മണ്ണാർക്കാടുള്ള പോത്തൊഴിക്കാവ്. അതുതന്നെയാണ് നമ്മളും കാത്തിരുന്ന് ആ ഒരു ദിവസം ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായാലും ആ ശ്രമം വിജയിച്ചു. നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനും സാധിച്ചു. ഇതാണ് അവിടേക്കുള്ള ആ ഒരു കവാടം. ഇതിലൂടെയാണ് പൂരം വരുന്നത്. ആനകളൊക്കെ അതുപോലെ മറ്റു പൂരങ്ങളൊക്കെ വരുന്നതൊക്കെ ഈ വഴിയാണ്. ഇപ്പോൾ പുഴയിലെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഈ ഭാഗത്തൊന്നും പരന്നൊഴുകുന്നില്ല. ഒക്കെ ചെക്ക് ഡാമിൻ്റെ മുകളിലൂടെ വരുമ്പോഴാണ് പരന്നൊഴുകുന്നത്. ഇതാണ് ആന വരുന്ന സീന്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എത്രയും ആളുകളൊക്കെ കാത്തിരിക്കുന്നത്. ആനകളും പൂരങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ആ ചെക്ക് ഡാമിന് മുകളിലൂടെ നടന്നു വരുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകളൊക്കെ കാത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല ഉത്സവങ്ങൾക്കും പോയിട്ടുണ്ട്. മിക്കവാറും തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മിക്ക ഉത്സവങ്ങൾക്കും നമ്മൾ പോകുന്നതാണ്. പക്ഷെ ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പിക്നിക്കിനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഉത്സവം, അതാണ് ഇവിടേക്ക് വരാൻ നമ്മളെ ആകർഷിച്ചത്. ഈ ആനകളൊക്കെ അതിലൂടെ നടന്നു വരുന്ന ആ ഒരു കാഴ്ച തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. നമുക്ക് ഇതുവരെ ഇത്രയും പൂരങ്ങൾക്ക് പോയിട്ടും ഇതുപോലെ ഒരു ആത്മസംതൃപ്തി നൽകിയിട്ടുള്ള ഒരു ഉത്സവം ആ ഒരു പ്രദേശം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ പല ഉത്സവങ്ങൾക്ക് പോയി കഴിഞ്ഞാലും അവിടെ ആനകൾ കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ വെടിക്കെട്ടാകും അവിടുത്തെ മെയിൻ, അതൊക്കെ വേറെ തന്നെ. പക്ഷേ ഇതുപോലെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് ഈ ഒരു വള്ളുവനാടിൻ്റെ ഒരു ഭംഗി തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സംഭവം ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമ്മുടെ നാട്ടിൽ നിന്നും ഏകദേശം 70 കിലോമീറ്ററിനടുത്ത് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ പാലക്കാട് ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലേക്കുള്ള മിക്ക പൂരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുറച്ച് വൈകി. നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോക്ക് തുടങ്ങിയിട്ടും ഈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് നമുക്കൊരു നഷ്ടമായിപ്പോയി. അത്രയും വർഷങ്ങൾ നമ്മൾ ഉത്സവങ്ങൾക്ക് പോയി തുടങ്ങുന്ന ആ ഒരു 3-4 വർഷം നമുക്ക് മിസ്സായിപ്പോയി. ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണയൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് നേരത്തെ മഴ തുടങ്ങി. മെയ് മാസത്തിൽ തന്നെ വെള്ളം കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്സവമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആളുകളൊക്കെ അപ്പുറത്തേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടുത്തെ ആളുകൾക്ക് അതൊക്കെ ഒരു പരിചിതമാകും. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് അതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അപ്പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ചുറ്റി വളഞ്ഞ് വേണം അപ്പുറത്തേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന ദിവസം ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആളുകളൊക്കെ പരിഭ്രമിച്ച് അപ്പുറത്തേക്ക് വേഗം കടക്കാൻ നോക്കി. ഇവിടെ പെയ്യുന്നത് ചെറിയ മഴയാണെങ്കിൽ കൂടി ഈ മലനിരകളിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുന്തിപ്പുഴയിലൂടെ വെള്ളം കൂടുതലായിട്ട് ഒഴുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ അപ്പുറത്തേക്കുള്ള പാസിങ് ചെറിയ രീതിയിൽ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർക്ക് ഒരു പരിചിതമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പോത്തൊഴിക്കാവ് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ആ പോത്തൊഴിക്കാവിലേക്ക് ഒഴുകിയെത്തുന്ന കുന്തിപ്പുഴയുടെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള വിഷ്വൽസാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുറകിൽ കാണാം ആ മലനിരകളൊക്കെ. അപ്പോൾ ഇത് നമ്മളൊരു അത്രയും ആഗ്രഹിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ ആ മഴ തുടങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളും അതിന് മുൻപത്തെ കാഴ്ചകളൊക്കെ നമ്മൾ എടുത്തു വെച്ചതായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.